ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിൻറ്റ്, പക്ഷികൾ ഉയരത്തിൽ പറക്കുന്നു. അപ്പം ഈ ഒരു സെൻറ്റൻസ് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇതൊരു പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. കാര്യം പക്ഷികൾ ഉയരത്തിൽ പറക്കുന്നു, ഇപ്പോഴത്തെ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പം പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പോൾ നമ്മുടെ ഒരു ജനറൽ ട്രൂത്ത്, സത്യസന്ധമായ കാര്യവും ഒരു ഫീലിങ്സിനെ പറയാനും, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യം, ഡെയിലി ചെയ്യുന്ന ഹാബിറ്റ്, നമ്മുടെ ഡെയിലി ഹാബിറ്റുകളുണ്ടല്ലോ, അതൊക്കെ പറയാനാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ പക്ഷികൾ ഉയരത്തിൽ പറക്കുന്നു. അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന് നമുക്ക് കേട്ടപ്പോൾ മനസ്സിലായി. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞ് നമുക്ക് പറയാം. പക്ഷികൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? പക്ഷികൾ. അപ്പം പക്ഷി എന്ന് വെച്ചാൽ എന്താ? ബേർഡ്. അപ്പോൾ ഇവിടെ പക്ഷികൾ, കുറേ പക്ഷികളുണ്ട്. അപ്പം നമുക്ക് ബേർഡ്സ് എന്ന് പറയാം. ബേർഡ്സ്. മറ്റേത് ബേർഡ്, ഒരു പക്ഷിയാണെങ്കിൽ ബേർഡ്, കുറേ പക്ഷികളുണ്ടെങ്കിൽ ബേർഡ്സ്. ഉയരം എന്ന് വെച്ചാൽ എന്താ? ഹൈ. പറക്കുക, ഫ്ലൈ. അപ്പോൾ പക്ഷികൾ ഉയരത്തിൽ പറക്കുന്നു എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ബേർഡ്സ്. കുറേ പക്ഷികളുണ്ടായിട്ടാണ് ഇവിടെ ഞാൻ ബേർഡ്സ് എഴുതി. സിംഗിൾ ഞാൻ യൂസ് ചെയ്തിട്ട് എഴുതിയത്. ബേർഡ്സ്. പറക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഫ്ലൈ. ബേർഡ്സ് ഫ്ലൈ. ഉയരത്തിൽ, ഉയരം എന്ന് വെച്ചാൽ എന്താ? ഹൈ. ബേർഡ്സ് ഫ്ലൈ ഹൈ. പക്ഷികൾ ഉയരത്തിൽ പറക്കുന്നു. ബേർഡ്സ് ഫ്ലൈ ഹൈ. അപ്പം നമ്മൾ എന്താ പഠിച്ചത്? പക്ഷികൾ ഉയരത്തിൽ പറക്കുന്നു, ബേർഡ്സ് ഫ്ലൈ ഹൈ. അപ്പം നമുക്കിതെങ്ങനെ എഴുതാൻ പറ്റിയെന്ന് നോക്കാം. ഏതൊരു ഫോം ഉപയോഗിച്ചിട്ടാണ് ഇത്? നമ്മൾ പറഞ്ഞല്ലോ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വരുമ്പം സബ്ജക്റ്റ് പ്ലസ് വെർബ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് എഴുതി സബ്ജക്റ്റ് പ്ലസ് വെർബ് ഉപയോഗിച്ചിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. കാര്യം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസിൽ നോർമലി നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് നമ്മൾ എസ് ഓർ ഇ നമ്മൾ ആഡ് ചെയ്തും ചെയ്യാതെയൊക്കെ എഴുതാം. പക്ഷേ ഇവിടെ നമ്മൾ വെറും സബ്ജക്റ്റ് പ്ലസ് വെർബ് ഉപയോഗിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബേർഡ്സ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് ബേർഡ്സ്. അപ്പം വെർബ് എന്ന് പറഞ്ഞാൽ ഫ്ലൈ. വെർബാണ് ഫ്ലൈ. അപ്പം സബ്ജക്റ്റ് പ്ലസ് വെർബ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് എഴുതിയത്. സാധാരണ ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞു സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ ആഡ് ചെയ്യാതെ എഴുതാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് ചെയ്യാതെ എഴുതിയതാണ്. കാര്യം എന്താ? എസ് ഓർ ഇ നമ്മൾ എപ്പോഴും ആഡ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചായിരുന്നു. ഇവിടെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഹീ, ഷീ, ഇറ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് എസ് ഓർ ഇ ആഡ് ചെയ്യാം. ഇപ്പം ഈ ബേർഡ്സ് എന്ന് പറയുന്നൊരു പ്ലൂറൽ സബ്ജക്റ്റാണ്. അത് നമുക്കറിയാലോ, കുറേ പക്ഷികളുണ്ട്. ഇപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റാണ്. പിന്നെ നമുക്ക് എവിടേക്കാണ് ആഡ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചത്? ദേ, യു, വി. അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്ട്സിലൊന്നും നമുക്ക് എസ് ഓർ ഇ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹീ, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഒരു പേര്, ടൈം, അങ്ങനെയുള്ള സബ്ജക്ട്സിലൊക്കെ നമുക്ക് എസ് ഓർ ഇ ആഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നത്. ഇവിടെ അപ്പം നമ്മൾ ജസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബ് ആ ഒരു ഫോം ഉപയോഗിച്ചിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ബേർഡ്സ് ഫ്ലൈ ഹൈ. പക്ഷികൾ ഉയരത്തിൽ പറക്കുന്നു. ബേർഡ്സ് ഫ്ലൈ ഹൈ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിൻറ്റ്, അവൻ വെള്ളം കുടിക്കുന്നു. അപ്പം ഇതും ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവൻ വെള്ളം കുടിക്കുന്നു. കാര്യം ഇപ്പോഴത്തെ ഒരു കാര്യമാണ് പറയണത്. അവൻ വെള്ളം കുടിക്കുന്നു. അപ്പം പ്രസൻറ്റ് ടെൻസ് ആണ്, നമുക്ക് മനസ്സിലായി. അപ്പം നമുക്ക് എങ്ങനെ ഇതിന് ഇംഗ്ലീഷിൽ എഴുതാൻ നമുക്ക് നോക്കാം. അവൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹി. വെള്ളം, വാട്ടർ. കുടിക്കുക എന്ന് വെച്ചാൽ എന്താ? ഡ്രിങ്ക്. അപ്പം അവൻ വെള്ളം കുടിക്കുന്നു. അപ്പം നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആയിരുന്നു. അപ്പോൾ ഇതും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം എങ്ങനെ എഴുതാൻ നോക്കാം. അവൻ വെള്ളം കുടിക്കുന്നു. അവൻ, ഹി. കുടിക്കുക എന്ന് വെച്ചാൽ എന്താ? ഹി. കുടിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് ഡ്രിങ്ക് എന്നാണ്. ഹി ഡ്രിങ്ക് എന്നാണ് കുടിക്കുക എന്ന് വെച്ചാൽ. അപ്പം ഇവിടെ ഞാൻ എഴുതാൻ പോണത്, ഞാൻ ആദ്യം തന്നെ നമ്മൾ മുമ്പ് തന്നെ പഠിച്ചാണ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ്. ഈ ഒരു ഫോമിലാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ തൊട്ടും പഠിച്ചതാണ്. ഇവിടെ സബ്ജക്റ്റ് എന്താ? ഹീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് നോക്കിയിട്ട് നമ്മൾ തിങ്ക് ചെയ്യണം. നമ്മൾ സബ്ജക്റ്റ് നോക്കിയിട്ട് തീരുമാനിക്കണം ഇവിടെ വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഹീ ആണ്. അപ്പോൾ ഹീ എന്ന് പറയുമ്പോൾ ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്കിവിടെ ഡ്രിങ്ക്, ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ ഈ ഫോം പറയാൻ കാരണം ഞാൻ ഈ ഡ്രിങ്ക് എന്ന് എഴുതി ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ്. കാര്യം ഹീ ഡ്രിങ്ക് അല്ല, നമ്മളിവിടെ ഡ്രിങ്ക്സ് എന്ന് എഴുതും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ ജസ്റ്റ് പറഞ്ഞു പോയത്, അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ വെള്ളം കുടിക്കുന്നു. അപ്പം നമ്മളിവിടെ എന്താ? ഡ്രിങ്കിൻ്റെ കൂടെ എസ് ആഡ് ചെയ്തു. എസ് ആഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടല്ലേ എഴുതേണ്ടത്. അപ്പോൾ കാരണം ഇവിടെ ഹീ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഹീ, ഷീ, ഇറ്റ് അങ്ങനെയുള്ളിടത്തൊക്കെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഇവിടെ ഡ്രിങ്ക്,
DRINK. അപ്പം എസ് ആഡ് ചെയ്താൽ മതി, ESൻ്റെ ആവശ്യമില്ല. കാര്യം ഗോ ആയിരുന്നെങ്കിൽ നമുക്ക് GOES ആഡ് ചെയ്യാമായിരുന്നു. ഇത് ഡ്രിങ്ക്സിന് എസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം നമ്മൾ ഹീ ഡ്രിങ്ക്സ് വാട്ടർ. അവൻ വെള്ളം കുടിക്കുന്നു. അപ്പം ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെയാണ്? അവൻ വെള്ളം കുടിക്കുന്നു, ഹീ ഡ്രിങ്ക്സ് വാട്ടർ. അപ്പം നമ്മളിവിടെ ഉപയോഗിച്ച് എഴുതിയത് ഈ ഒരു ഫോം ഉപയോഗിച്ചാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് SORES യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എഴുതിയത്. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് ഹീ. അപ്പോൾ ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രിങ്ക് ആണ് ഇവിടുത്തെ വെർബ്. അപ്പോൾ സബ്ജക്റ്റ് ഹീയും ഡ്രിങ്ക് ആണ് വെർബും. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ എഴുതി മനസ്സിലായല്ലോ. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് SORES ആഡ് ചെയ്തിട്ടുള്ളൊരു ഫോമാണ് ഇത്. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചതും സെയിം സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആണ്. പക്ഷേ അവിടെ നമ്മൾ SORES ആഡ് ചെയ്ത് സബ്ജക്റ്റ് പ്ലസ് വെർബ് മാത്രം ഉപയോഗിച്ചിട്ടാണ് എഴുതിയത്. അപ്പോൾ ഇവിടെ നമ്മൾ SORES യൂസ് ചെയ്തിട്ട് എഴുതിയൊരു സെൻറ്റൻസ് ആണ്. അപ്പം തൊട്ട് മുമ്പ് പഠിച്ച നമുക്ക് ഓർമ്മയില്ലേ? ബേർഡ്സ് ഫ്ലൈ ഹൈ. അപ്പോൾ അവിടെ നമ്മൾ ഫ്ലൈയുടെ അവിടെ ആഡ് ചെയ്തില്ല. കാര്യം ബേർഡ്സ് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ ഓർത്ത് വെച്ചേക്കുവാണേ. അപ്പോൾ അവൻ വെള്ളം കുടിക്കുന്നു, ഹീ ഡ്രിങ്ക്സ് വാട്ടർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? അവൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതിൻ്റെ ഒരു മീനിങ് നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലാക്കണം. അവൻ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പം ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്. കാര്യം ഇത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം നോക്കാം. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് അവൻ എങ്ങനെ പറയാം? അവൻ ഹീ. എഴുതുക എന്ന് വെച്ചാൽ എന്താ? റൈറ്റ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പം നമ്മൾ ഇവിടെ ഈ ഒരു ഫോം ഉപയോഗിച്ചിട്ടാണ് എഴുതിയത്. കാര്യം സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ തൊട്ടും പഠിച്ച സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആയിരുന്നു. പക്ഷേ ഇത് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കേണ്ട ഫോമാണിത്. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം. അപ്പോൾ ഈ ഫോം ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഫോം ഉപയോഗിച്ചിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ എന്താ? നമ്മളിപ്പോൾ ആദ്യം പറയാം അവൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് എഴുതാമെന്ന് പറയാം. അവൻ ഈസ് റൈറ്റിംഗ്. അവൻ എഴുതിക്കൊണ്ടിരിക്കുന്നു, ഹി ഈസ് റൈറ്റിംഗ്. നമ്മൾ ഇങ്ങനെ എഴുതി നമുക്ക് നോക്കാം. ഈ ഒരു ഫോം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതിയത്. നമ്മൾ പറഞ്ഞു ഈ ഫോം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഈ ഒരു ഫോം. ഇപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഹീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട് സബ്ജക്റ്റിൻ്റെ കൂടെ പിന്നെ എന്താ ആഡ് ചെയ്യേണ്ടത്? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. നമ്മളിവിടെ എന്താ ആഡ് ചെയ്തത്? ഹീ ഈസ്. കാര്യം എന്താ? നമുക്ക് ആം ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റില്ല. ഹീയുടെ കൂടെ ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ആറും ഒരിക്കലും പറ്റില്ല. അപ്പം നമ്മളെന്താ കാര്യം? ഹീ ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് പറ്റില്ല. അപ്പം ആദ്യം നമ്മൾ സബ്ജക്റ്റ് നോക്കിയിട്ട് നമ്മൾ തന്നെ തീരുമാനിക്കുക. നമുക്കിവിടെ എന്താ ആഡ് ചെയ്യേണ്ടത്? ഈസ് ആണോ ആം ആണോ ആറാണോ? അപ്പം നമുക്കിവിടെ ഈസ് ആഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മൾ ഈസ് ആഡ് ചെയ്തു, ഹീ ഈസ്. പിന്നെന്താ? വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് ആണ് ഇവിടുത്തെ വെർബ്, റൈറ്റ്. ഞാനിവിടെ എഴുതിയേക്കാം റൈറ്റ് ആണ് വെർബ്. അപ്പം ഈ വെർബിൻ്റെ കൂടെ പ്ലസ് ING ഫോം പറഞ്ഞിട്ടില്ലേ? റൈറ്റിൻ്റെ കൂടെ അപ്പോൾ ING ഞാൻ ചേർത്തപ്പം റൈറ്റിംഗ്. അപ്പോൾ ഹി ഈസ് റൈറ്റിംഗ്. അപ്പോൾ ഇങ്ങനെയായത് അവൻ എഴുതിക്കൊണ്ടിരിക്കുന്നു, ഹി ഈസ് റൈറ്റിംഗ്. അപ്പം ഇതാണ് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണിത്. അപ്പം നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? അവൻ ഒരു കാർ വാങ്ങും എന്ന് പറഞ്ഞാൽ എന്താ? പിന്നീടുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്കറിയാം, അത് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലായി ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. പിന്നീടുള്ള കാര്യം പറയുമ്പോഴല്ലേ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പം അവൻ ഒരു കാർ വാങ്ങും. അപ്പോൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം? അവൻ ഹീ. അപ്പോൾ ഒരു കാർ എ കാർ എന്ന് എഴുതാം. കാര്യം ഒരു കാർ നമുക്ക് ഒരു ബൈക്ക് എ ബൈക്കിന് എഴുതാം. അതുപോലെ ഇവിടെ വന്നുകൊണ്ട് നമുക്ക് എ യൂസ് ചെയ്ത് എഴുതാം. ഒരു കാർ എ കാർ. വാങ്ങുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? BUY ബൈ. അപ്പം അവൻ ഒരു കാർ വാങ്ങും നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞു ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പം നമുക്ക് ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആകുമ്പോൾ നമ്മൾ എന്തായാലും വില്ല് ഉപയോഗിക്കും കേട്ടോ. വില്ല് ഉപയോഗിച്ചാണ് നമ്മൾ എഴുതാൻ പോണത്. അപ്പം ഹീ വിൽ അവൻ. അപ്പം നമ്മളെന്താ? ഹീ വിൽ എഴുതി. വില്ല് ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ഞാനിവിടെ വില്ല് ഉപയോഗിച്ചത്. ഹീ വിൽ ബൈ എ കാർ.
അവൻ ഒരു കാർ വാങ്ങും. ഹി വിൽ ബൈ എ കാർ. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലായല്ലോ, നമ്മൾ വിൽ യൂസ് ചെയ്തിട്ട് എഴുതി ഹി വിൽ ബൈ എ കാർ. അവൻ ഒരു കാർ വാങ്ങും. അപ്പം നമ്മളിപ്പോൾ നോക്കാൻ പോകണേ ഇനി ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. സബ്ജക്റ്റ് ഹീ. അപ്പം ഇനി ഇവിടുത്തെ വെർബ് എന്താ? അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഹെൽപ്പിംഗ് വെർബും ഉണ്ട്, ഒരു മെയിൻ വെർബും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ മെയിൻ വെർബ് നമുക്ക് നോക്കാം. മെയിൻ വെർബാണ് ബൈ. വെർബ്, മെയിൻ വെർബ്, ഞാൻ ജസ്റ്റ് എം എന്ന് എഴുതാം. മെയിൻ വെർബ് ബൈ ആണ് ഇവിടുത്തെ മെയിൻ വെർബ്. അപ്പം പിന്നുള്ളത് എന്താ? ഹീ വിൽ ബൈ എ കാർ. അപ്പം പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇത് മെയിൻ വെർബാണ്. പിന്നുള്ളത് ഇത് ഹെൽപ്പിംഗ് വെർബ് വില്ല്. അപ്പോൾ അങ്ങനെ നമ്മൾ ഹീ വിൽ ബൈ എ കാർ നമ്മൾ എഴുതി. അവൻ ഒരു കാർ വാങ്ങും. ഹീ വിൽ ബൈ എ കാർ. അപ്പോൾ ഹീ ആണ് സബ്ജക്റ്റ്. ബൈ എന്ന് പറയുന്നത് മെയിൻ വെർബാണ്. വിൽ എന്ന് പറയുന്നത് എന്താ? ഹെൽപ്പിംഗ് വെർബ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതിയ അവൻ ഒരു കാർ വാങ്ങും. ഹീ വിൽ ബൈ എ കാർ. ഹീ വിൽ ബൈ എ കാർ. അപ്പോൾ നമുക്ക് ടോപ്പിക്കുമായി പുതിയൊരു ക്ലാസ്സിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.